കഴിഞ്ഞ ലെസണിൽ നമ്മൾ വർക്ക്ഷീറ്റിലും അതുപോലെ തന്നെ പരീക്ഷയ്ക്കും തന്ന രണ്ട് എലമെൻസിൻ്റെ അറ്റോമിക് നമ്പറാണ് നൽകിയിരിക്കുന്നത്. നിങ്ങൾക്കത് ഓർമ്മയുണ്ടാവും. സ്കാൻഡിയം 21, മാംഗനീസ് 25. സോ നിങ്ങൾ രണ്ടും എഴുതിയതാണ്. സോ ഒരിക്കൽ കൂടി നമുക്കിതൊന്ന് എഴുതി നോക്കാം അല്ലേ. സ്കാൻഡിയം നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുക 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d1 എന്നതായിരിക്കും നിങ്ങളവിടെ എഴുതിയിട്ടുണ്ടാവുക. ഇനി മാംഗനീസ് ആകുമ്പോൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടാകുന്നത് 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d5. ഇതാണ് നമ്മൾ സാധാരണ നമുക്ക് എഴുതാൻ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ ഇലക്ട്രോൺ വിന്യാസം. എന്നാൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഇനി ഈ ഒരു ഭാഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ സബ്ഷെൽ പ്രകാരമുള്ള ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന സാഹചര്യത്തിൽ ഒരു ഷെല്ലിന്റെ സബ്ഷെല്ലുകളെ എപ്പോഴും ഒരുമിച്ച് വേണം നമ്മൾ എഴുതുവാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ ഒന്നാമത്തെ ഷെല്ലിൽ 1s മാത്രമേ ഉള്ളൂ അല്ലേ. ഇവിടെ 2s ഉം 2p ഒരുമിച്ചാണ്. സോ അവർ രണ്ടുപേരും ഒരുമിച്ചാണ്. ഇവിടെ നോക്കുക, 3s ഉം 3p ഒരുമിച്ചുണ്ട് അല്ലേ. അതിനിടയ്ക്ക് ആര് വന്നു? 4s, പിന്നീടാണ് 3d വന്നിരിക്കുന്നത്. ഇത് നിറയുന്ന രീതിയാണ് അല്ലേ. അത് നമ്മൾ നേരത്തെ ആ ഒരു ഊർജം കൂടി വരുന്ന ക്രമം പഠിച്ചതാണല്ലോ. ഇവിടെയും അതേപോലെ തന്നെയാണ്. 1s ഒറ്റയ്ക്കാണ്, കുഴപ്പമില്ല. 2s ഉം 2p ഒരുമിച്ച്, സോ അവർ ഹാപ്പിയായി. 3s ഉം 3p ഒരുമിച്ച്, അതിനിടയ്ക്കാണ് 4s, ദെൻ 3d. സോ ഇത് നിറയുന്ന രീതിയാണ്. സബ്ഷെൽ പ്രകാരമുള്ള സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ പ്രകാരമുള്ള ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് എപ്പോഴും ഒരേ ഷെല്ലിന്റെ സബ്ഷെല്ലുകളെ ഒരുമിച്ച് എഴുതുവാൻ ശ്രദ്ധിക്കുക. സോ സ്കാൻഡിയം ഒരിക്കൽ കൂടി എന്ന് എഴുതാം. സ്കാൻഡിയം അറ്റോമിക് നമ്പർ 21 ആണ്. സോ നമുക്കതിന് ഈ ഒരു ഫോമിലേക്ക് ഒന്ന് എഴുതി നോക്കാം. ഒന്നാമത്തെ ഷെല്ല് അല്ലെ 1s, രണ്ടാമത്തെ ഷെല്ലില് 2 സബ്ഷെല്ലുകളാണുള്ളത്, 2s ഉം 2p. മൂന്നാമത്തെ ഷെല്ലിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ അവിടെ നമുക്ക് അറിയാം 3 സബ്ഷെല്ലുകളുണ്ട്, 3s, 3p, 3d. നാലാമത്തിലെ നമുക്ക് 4s മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ 4s മാത്രമേ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുള്ളൂ. 4s. നമുക്ക് ഇലക്ട്രോൺസ് ഒന്ന് കൊടുത്തു നോക്കാം. ഈ കൊടുത്ത രീതി ഒന്ന് ചെയ്തു നോക്കാം. സോ ആദ്യം 1sലേക്ക് 2 ഇലക്ട്രോണുകൾ, 2sലേക്ക് 2 എണ്ണം, 2pയിലേക്ക് 6 എണ്ണം, 3sലേക്ക് 2 എണ്ണം, 3pയിലേക്ക് 6 എണ്ണം, 4sലേക്ക് 2 എണ്ണം, 3dയിലേക്ക് 1 എണ്ണം. ഇപ്പൊ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇത് നിറയുന്ന രീതിയാണ്. എഴുതുമ്പോൾ എപ്പോഴും ഒരേ ഷെല്ലിന്റെ സബ്ഷെല്ലുകളെ ഒരുമിച്ച് എഴുതുക. സോ അതിന്റെ ഭാഗമായിട്ട് ഇതിനിങ്ങോട്ടൊന്ന് ഇന്റർചേഞ്ച് ചെയ്ത് എഴുതിയാൽ മതിയാകും. സോ നമുക്ക് കറക്റ്റ് എങ്ങനെ എഴുതാം? 1s2, 2s2, 2p6, 3s2, 3p6, 3d1, 4s2. ഇത് നിറയുന്ന രീതി, ഇത് എഴുതുന്ന രീതി. സോ ആ ഒരു വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ജസ്റ്റ് അതിന് ഇന്റർചേഞ്ച് ചെയ്തത് മാത്രമേ ഉള്ളൂ. സോ മാംഗനീസ് അറ്റോമിക് നമ്പർ 25 mn നമുക്കൊന്ന് എഴുതി നോക്കാം. ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം? ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ ചേഞ്ച് ചെയ്താൽ മാത്രം മതിയാവും. സോ 1s2, 2s2, 2p6, 3s2, 3p6, 3d, 5, 4s2. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. സ്കാൻഡിയം. ഓക്കെ, ഇനി ടൈറ്റാനിയം അറ്റോമിക് നമ്പർ 22. ടൈറ്റാനിയത്തിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഇതുപോലെ നമുക്കൊന്ന് എഴുതി കഴിഞ്ഞാൽ 1s2, 2s2, 2p6, 3s2, 3p6 അല്ലെ. ഇനി വരേണ്ടത് യഥാർത്ഥത്തിൽ വരേണ്ടത് എന്നാണ് നമ്മൾ പഠിച്ച പ്രകാരം 4s ആണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? 4s എഴുതി. 4sലേക്ക് 2 എണ്ണം. ഇനി വരേണ്ടത് ആരാണ്? 3d ആണ്. സോ 3d നമ്മൾ ഇവിടേക്ക് എഴുതി. 3d 2 എണ്ണം. സോ എഴുതുമ്പോൾ എപ്പോഴും ഒരേ ഷെല്ലിന്റെ സബ്ഷെൽ ഒരുമിച്ച് എഴുതുക. 1s, 2s ഉം 2p ഒരുമിച്ച്, 3s ഉം 3p ഉം 3d ഒരുമിച്ച്, 4s ബാക്കി അങ്ങോട്ട് വരുമ്പോൾ അത് ഒരുമിച്ച് വരും. സോ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇത് നിറയുന്ന രീതി, ഇത് എഴുതേണ്ടുന്ന രീതി. സോ നിങ്ങൾ 1-2 എക്സാമ്പിൾസ് ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ Fe തരികയാണ്. Fe അറ്റോമിക് നമ്പർ 26, അതുപോലെ തന്നെ സിങ്ക് അറ്റോമിക് നമ്പർ 30. നിങ്ങൾ ഇത് രണ്ടിനെ എന്ത് ചെയ്യുക? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കുക.
കൂടുതൽ എക്സാമ്പിൾസ് അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാനുള്ളത് വർക്ക്ഷീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഭാഗത്തിൽ നൽകുന്നതായിരിക്കും. സോ ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഒരേ ഷെല്ലിന്റെ സബ് ഷെല്ലുകളെ ഒരുമിച്ച് എഴുതുവാൻ എപ്പോഴും ശ്രദ്ധിക്കുക. സോ ഇതാണ് ഈ ഒരു ഭാഗത്തിൽ നമുക്കിനി പറയാനുള്ളത്. ഓക്കെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, അതൊരു പ്രത്യേകമായ ശ്രദ്ധ ചെലുത്തേണ്ടുന്ന ഒരു ഭാഗമാണ്. പരീക്ഷയിൽ നിരന്തരമായി ചോദിക്കുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മൾ ഇനി ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് എങ്ങനെയാണെന്നും അവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ലെസണിൽ പറഞ്ഞു അല്ലേ. അതായത് എഴുതുമ്പോൾ എപ്പോഴും ഒരേ ഷെല്ലിന്റെ സബ് ഷെല്ലുകളെ ഒരുമിച്ച് എഴുതുക. ഇനി ആ ഒരു സംഘത്തിലേക്ക് വരുമ്പോൾ നോക്കുക, 2 അറ്റോമിക് നമ്പർ 24, 29 ഈ നമ്പേഴ്സ് ഓർത്തിരിക്കുക, 2 എലമെന്റ്സ് ഓർത്തിരിക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. വളരെയധികം പ്രധാനപ്പെട്ട 2 അറ്റോമിക് നമ്പേഴ്സ് ആണത്, 24, 29. എന്താണ് ഇതിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം. സോ ക്രോമിയം 24 ആണ്. നമ്മൾ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ ഇലക്ട്രോൺ വിന്യാസം എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1s2, 2s2, 2p6, 3s2, 3p6, 3d4, 4s2. നമ്മൾ പറഞ്ഞല്ലോ അല്ലെ, എപ്പോഴും എഴുതുമ്പോൾ ഒരേ ഷെല്ലിന്റെ സബ് ഷെൽ ഒരുമിച്ച് എഴുതുക. ദെൻ കോപ്പർ ആകുമ്പോൾ നമ്മൾ എഴുതും 1s2, 2s2, 2p6, 3s2, 3p6, 3d9, 4s2. ഓക്കെ, ഇതാണ് നമ്മൾ സാധാരണ ഇവയ്ക്ക് എഴുതാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ എഴുതാറുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എന്നാൽ ഈ 2 ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഈ 2 അതായത് ക്രോമിയത്തിന് 24 അറ്റോമിക് നമ്പറുള്ള ക്രോമിയത്തിനും 29 അറ്റോമിക് നമ്പറുള്ള കോപ്പറിനെ സംബന്ധിച്ച് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തെറ്റാണ് അല്ലെങ്കിൽ ശരിയായ രീതിയല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സംശയം വരാം, എന്തുകൊണ്ട് ഇങ്ങനെ? നമ്മൾ മുമ്പ് പഠിച്ചത് ഇങ്ങനെയല്ലല്ലോ അല്ലെ. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് തെറ്റാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈ ഇലക്ട്രോണിക് വിന്യാസം ഇവയ്ക്ക് വരില്ല എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. നിരന്തരമായി പരീക്ഷകൾ ചോദിക്കാറുള്ള ഒരു ഭാഗമായതുകൊണ്ട് കൃത്യമായ ശ്രദ്ധ ഇതിന് ചെലുത്തണം. നോക്കാം നമുക്ക് ഡി സബ് ഷെല്ല് അല്ലെ. ഡി സബ് ഷെല്ലിൽ നമുക്ക് പരമാവധി ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം നമുക്ക് അറിയുന്നതാണ്. എത്രയാണ്? 10 ആണ്. ഡി സബ് ഷെല്ലിൽ പരമാവധി നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 10. ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യമായിരുന്നു. നമ്മൾ ഏറ്റവും പ്രധാനമായി ഓർക്കേണ്ട ഒരു സംഗതിയാണ് ഓരോ സബ് ഷെല്ലിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം. എസിൽ 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14. സോ ഡി സബ് ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആണ്. ഡി സബ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ നമ്മൾ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ ഡിയിൽ പകുതി ഇലക്ട്രോണുകൾ മാത്രമല്ലേ നിറഞ്ഞിട്ടുള്ളൂ. ഡിയിൽ പരമാവധി 10 ഇലക്ട്രോൺ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയും. സോ അതിലേക്ക് 5 ഇലക്ട്രോൺ മാത്രമാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ഡിയിൽ ആകെ എത്ര ഇലക്ട്രോൺ മാത്രമേ നിറഞ്ഞിട്ടുള്ളൂ? ഡിയിൽ പകുതി ഇലക്ട്രോണുകൾ മാത്രമേ നിറഞ്ഞിട്ടുള്ളൂ. ഇനി ഡിയിൽ 10 ഇലക്ട്രോണും വെച്ച് കഴിഞ്ഞാലോ ഡി പൂർണ്ണമായിട്ടും നിറഞ്ഞു. ഡിയിൽ പരമാവധി 10 പറ്റുള്ളൂ, മാക്സിമം നമ്മൾ ഉൾക്കൊള്ളിച്ചു. സോ ഇനി പറയുന്ന കാര്യം വ്യക്തമായി ശ്രദ്ധിക്കുക. പകുതി നിറഞ്ഞതോ പൂർണ്ണമായിട്ടും നിറഞ്ഞതോ ആയ ഡി സബ് ഷെല്ലുകൾ ഉണ്ടെങ്കിൽ ആ ആറ്റങ്ങൾ സ്റ്റേബിൾ അഥവാ സ്ഥിരത കൈവരിച്ചവരാണ്. നമ്മൾ 9ൽ പഠിച്ചിട്ടുണ്ട്, ആറ്റങ്ങൾ എപ്പോഴും എന്തിനാണ് ശ്രമിക്കുക? ടു അറ്റൈൻ സ്റ്റെബിലിറ്റി, സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. കോവാലന്റ് ബോണ്ട്, സഹസംയോജക ബന്ധനവും അയോണിക് ബോണ്ട്, അയോണിക ബന്ധനവും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാ? ആറ്റങ്ങൾക്ക് പരസ്പരം സ്റ്റേബിൾ ആകാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നു? ഇലക്ട്രോണുകളെ പങ്കുവയ്ക്കും, ചിലര് കൈമാറ്റം ചെയ്യും. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെയും നോക്കുക, നിങ്ങൾ ആറ്റങ്ങൾ എപ്പോഴും സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. ഡി സബ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ വരികയോ ഡി സബ് ഷെല്ലിൽ 10 ഇലക്ട്രോൺ വരികയോ ചെയ്താൽ ആ ആറ്റങ്ങൾക്ക് എന്താണ്? സ്റ്റെബിലിറ്റി, സ്ഥിരത കൈവരിക്കാൻ സാധിക്കും. സോ ഹാഫ്ലി ഫിൽഡ് ഓർ കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി സബ് ഷെൽസ് ആർ സ്റ്റേബിൾ. പകുതി നിറഞ്ഞതോ പൂർണ്ണമായിട്ട് നിറഞ്ഞതോ ആയ ഡി സബ് ഷെല്ലുകൾ സ്ഥിരതയുള്ളവയാണ്. അത് എപ്പോഴും മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സംഗതി നമുക്കിവിടെ ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും കേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക നമുക്ക് നോക്കാം. നിങ്ങൾ നോക്കി, ക്രോമിയത്തിന്റെ അവസാനത്തെ ആ 2 സബ് ഷെൽ നോക്കുക, 3ഡിയും 4എസും നോക്കുക. നോക്കിയ നിങ്ങൾ 4എസിൽ 2 ഇലക്ട്രോൺ ആണ്, 3ഡിയിൽ 4 ഇലക്ട്രോൺ ആണ്. സോ ഡിയിൽ 5 ഇലക്ട്രോൺ വരുന്ന സാഹചര്യം ഏതെങ്കിലും തരത്തിൽ വരുത്താൻ സാധിച്ചാൽ ക്രോമിയത്തിന് എന്ത് സംഭവിക്കും? നമ്മൾ ഈ പറഞ്ഞത് പ്രകാരം പകുതി നിറഞ്ഞ സബ് ഷെൽ കിട്ടിയത് കൊണ്ട് അതിന് സ്ഥിരത കൈവരിക്കാൻ സാധിക്കും. കോപ്പർ നിങ്ങൾ നോക്കുക, കോപ്പറിന്റെ ബാഹ്യതാമ ഷെല്ലിൽ സബ് ഷെല്ലിൽ ഏറ്റവും പുറമെയുള്ള സബ് ഷെൽ നിങ്ങൾ നോക്കി, 3d9 4s2 ആണ്. സോ ഒരൊറ്റ ഇലക്ട്രോണിന്റെ കുറവ് കൊണ്ടാണ് ഡി 10 ആവാനുള്ള സാധ്യത മങ്ങി നിൽക്കുന്നത്. ഇവിടെയാണ് ഇവർ രണ്ടുപേരുടെയും ഒരു പ്രത്യേകത വരുന്നത്.
അത് എന്താണെന്ന് ശ്രദ്ധിക്കുക. ഈ ക്രോമിയത്തിന് 24 ഇലക്ട്രോണും ക്രോമിയത്തിന്റെ സ്വന്തം ഇലക്ട്രോണുകളാണ്. കോപ്പറിന് 29 ഇലക്ട്രോണും കോപ്പറിന്റെ സ്വന്തം ഇലക്ട്രോണുകളാണ്. സോ തങ്ങൾക്ക് സ്ഥിരത കൈവരിക്കുവാൻ വേണ്ടി, തങ്ങൾക്ക് സ്റ്റെബിലിറ്റി കിട്ടുവാൻ വേണ്ടി രണ്ടുപേരും എന്ത് ചെയ്യുന്നു, അവരുടേതായ രീതിയിൽ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നടത്തുകയാണ്. സോ ശ്രദ്ധിക്കുക, ക്രോമിയം നിങ്ങൾ നോക്കുക 24. പക്ഷെ കാര്യം കൂടെ നോക്കി, ഒറ്റ ഇലക്ട്രോൺ മാത്രം മതി ഡിയിലേക്ക് അല്ലെ. അവിടെ ഒരു ഇലക്ട്രോൺ കൂടി വന്നു കഴിഞ്ഞാൽ ഡിയിൽ 5 ഇലക്ട്രോൺ ആയി. നമുക്ക് നോക്കാം എങ്ങനെയാണ് ക്രോമിയം അവിടേക്ക് 5 ഇലക്ട്രോൺ വരുത്തുന്നത്. 1s2, 2s2, 2p6, 3s2, 3p6, 4sലേക്ക് ഒരൊറ്റ ഇലക്ട്രോൺ മാത്രം കൊടുത്തിട്ട് ബാക്കിയുള്ള 5 ഇലക്ട്രോണും 3dയിലേക്ക് നൽകുന്നു. സ്വന്തം ഇലക്ട്രോണുകളാണ്, ഇഷ്ടം പോലെ അവരെന്ത് ചെയ്തു, അതങ്ങ് അറേഞ്ച് ചെയ്തു എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, സോ ഡിയിൽ 5 ഇലക്ട്രോൺ വന്നു. സോ ക്രോമിയം എന്താണ്, സ്റ്റേബിളായി. അപ്പോൾ കോപ്പറിന്റെ കേസിലുള്ള സംഗതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒന്ന് ക്ലിക്ക് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എങ്ങനെയായിരിക്കാം കോപ്പറിന്റെ കേസിലേക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക എന്നുള്ളത്, ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ വരിക നമുക്ക് നോക്കാം. 1s2, 2s2, 2p6, 3s2, 3p6, ഒറ്റ ഇലക്ട്രോൺ മതി ഇങ്ങോട്ട്. സോ അതിനു വേണ്ടിയിട്ട് 4sലേക്ക് ഒരു ഇലക്ട്രോൺ കൊടുത്തു, 3dയിലേക്ക് 10 ഇലക്ട്രോൺ നൽകി. സോ ഡിയിൽ 10 ഇലക്ട്രോൺ വന്നു, ക്രോമിയം എന്തായി, സ്റ്റേബിളായി. കോപ്പർ എന്തായി, സ്റ്റേബിളായി. ഇതാണ് ഈ രണ്ട് ആറ്റങ്ങളുടെയും കേസിലുള്ള സ്പെഷ്യാലിറ്റി, പ്രത്യേകത. ഇത് വ്യക്തമായി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ്. പരീക്ഷയിൽ ചോദിക്കാറുള്ള ഒരു ഭാഗമാണിത്. അത് മിക്കവാറും വരുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഇതിന് ഇപ്പോൾ ക്രോമിയത്തിന്റെ ഈ ഒരു തെറ്റായ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എ എന്നും ശരിയായ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബി എന്നും തരുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കും, ഈ നൽകിയിരിക്കുന്നവയിൽ ഏതാണ് ക്രോമിയത്തിന്റെ ശരിയായ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഏതാണ് ശരിയായ ഇലക്ട്രോണിക് വിന്യാസം ഏതാണെന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ ഉത്തരം എന്തെഴുതും, ബി ആണ് അതിന് ഉത്തരം. 1 മാർക്ക് നമുക്ക് അവിടെ ലഭിച്ചു. പിന്നീട് വരുന്ന ഭാഗം ഇതായിരിക്കും, എന്തുകൊണ്ട്. അതിന്റെ ബാക്കി ചോദ്യമായിട്ട് മിക്കവാറും 2 മാർക്കിന്റെ ഭാഗത്തായിരിക്കും ചോദിക്കുക. നമ്മുടെ സെക്കൻഡ് സെക്ഷൻ ഉണ്ടല്ലോ, ബി സെക്ഷൻ, 6 മുതൽ ഉള്ള ചോദ്യങ്ങളുടെ ഭാഗത്തായിരിക്കും മിക്കവാറും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് 2 മാർക്കിന്റെ ഭാഗം. സോ അതിന്റെ രണ്ടാമത്തെ ചോദ്യമായിട്ട് വരുന്നത് ഇതായിരിക്കാം, എന്തുകൊണ്ട് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ശരിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഉത്തരം എഴുതിയതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഹാഫ്ലി ഫിൽഡ് അല്ലെ, പകുതി നിറഞ്ഞ ഡി സബ്ഷെല്ലുകൾ സ്ഥിരത ഉള്ളവയായതുകൊണ്ട്, സ്റ്റേബിൾ ആയതുകൊണ്ടാണ് ഇത്തരമൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. 2 മാർക്കിന്റെ ചോദ്യമായി. ചിലപ്പോൾ ചോദിക്കുക കോപ്പർ ആയിരിക്കും, അപ്പോഴും ഇതേ രീതിയിൽ തന്നെയായിരിക്കും മിക്കവാറും വരിക. മറ്റൊരു തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട്, അത് നമുക്ക് മുന്നോട്ട് പോകുന്ന ഭാഗത്ത് നമുക്കത് കൃത്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഈ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ക്രോമിയം 24, കോപ്പർ 29, ഈ 2 എലമെന്റ്സിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൃത്യമായി ശ്രദ്ധിക്കുക. ക്രോമിയം 24 3D 5 അവസാനിക്കുന്നു, കോപ്പർ 29 ആകുമ്പോൾ 3D 10 അവസാനിക്കുന്നു. ഓക്കെ, സോ ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം, ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ, ഇലക്ട്രോൺ വിന്യാസത്തെ, അതായത് സബ്ഷെൽ പ്രകാരമുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസത്തെ എങ്ങനെ ചുരുക്കി എഴുതാം എന്നതിനെ കുറിച്ചാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് എപ്പോഴും നമ്മൾ ചുരുക്കി എഴുതുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ സമയം അല്ലെ, സ്ഥലം, അതുപോലെ ധനം, പണം, ഇതൊക്കെ ലാഭിക്കാൻ വേണ്ടി തന്നെയാണ് എപ്പോഴും നമ്മൾ ചുരുക്കി എഴുതാറുള്ളത്, കാര്യത്തിൽ നമ്മൾ എപ്പോഴും സൂചിപ്പിക്കാറുള്ളത്. ഇവിടെയും അതുപോലെ തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ, സബ്ഷെൽ പ്രകാരമുള്ള ഇലക്ട്രോൺ വിന്യാസം നമുക്ക് ചുരുക്കി എഴുതുവാൻ വേണ്ടി എപ്പോഴും സാധിക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഏത് മൂലകമാണോ നമ്മൾ ചുരുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ പുറകിലേക്ക് പോകുമ്പോൾ, നമ്മൾ പീരിയോഡിക് ടേബിളിൽ ആ മൂലകത്തിന്റെ പുറകിലേക്ക് നമ്മൾ ഇങ്ങനെ ബാക്കിലേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്ന അലസവാതകം, നോബിൾ ഗ്യാസ്, അതായത് നോബിൾ ഗ്യാസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, 18ാമത്തെ ഗ്രൂപ്പിലെ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സീനോൺ, റാഡോൺ തുടങ്ങിയ മൂലകങ്ങളാണ് നമ്മൾ 18ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ്സ് ആയിട്ട് കണക്കാക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ അലസവാതകങ്ങളായിട്ട് കണക്കാക്കുന്നത്. പുറകിലേക്ക് പോകുമ്പോൾ ഏറ്റവും ആദ്യം കാണാൻ സാധിക്കുന്ന അലസവാതകം ഏതാണോ ആ അലസവാതകം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചുരുക്കി എഴുതാൻ വേണ്ടി പോകുന്നത്. സോ നമുക്കിവിടെ സോഡിയം എടുക്കാം. അറ്റോമിക് നമ്പർ 11 ആണ് സോഡിയത്തിന്റെ. ആ സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് ചുരുക്കി എഴുതാൻ വേണ്ടി ശ്രമിക്കാം. അതിനു വേണ്ടിയിട്ട് സോഡിയത്തിന് അറ്റോമിക് നമ്പർ 11 ആണ്. പുറകിലേക്ക് നമുക്ക് ഒന്ന് പോയി നോക്കാം. സോ അതിന് പീരിയോഡിക് ടേബിൾ കയ്യിൽ ആവശ്യമാണ്. സോ പീരിയോഡിക് ടേബിൾ നമ്മൾ സോഡിയം
അറ്റോമിക് നമ്പർ 11 സോഡിയത്തിന്റെ. പുറകിലേക്ക് എന്ന് പറയുമ്പോൾ 11. സോ തൊട്ട് പുറകിലേക്ക് പോകുമ്പോൾ നമുക്ക് വരേണ്ടത് ഏതാണ്? ഇതാ അറ്റോമിക് നമ്പർ 10 ആരാണ്? നിയോൺ. തൊട്ടു പുറകിൽ തന്നെയുണ്ട് അലസവാതകം 10 എന്ന അറ്റോമിക് നമ്പറുള്ള നിയോൺ. അതായത് സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ, സോഡിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസത്തെ നമുക്ക് നിയോൺ എന്ന അലസവാതകം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ചുരുക്കി എഴുതുവാൻ വേണ്ടി സാധിക്കും. നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ആ ഒരു സംഗതിയിലേക്ക് നമ്മൾ എത്തുന്നത്. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടു സോഡിയത്തിനെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ചുരുക്കാം? നിയോൺ ഉപയോഗിച്ചുകൊണ്ട് ചുരുക്കാം. നിയോൺ അറ്റോമിക് നമ്പർ 10 ആണ്. സോ നിയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എന്ത് എഴുതാം? 1s2 2s2 2p6 എന്ന് എഴുതാം. ഈ സോഡിയത്തിനെ നമ്മൾ നിയോൺ ഉപയോഗിച്ചുകൊണ്ട് ചുരുക്കി എഴുതാൻ വേണ്ടി പോവുകയാണ്. അതിന് ചെയ്യേണ്ട കാര്യം എത്ര മാത്രമേ ഉള്ളൂ. ഏത് മൂലകമാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ഏത് അലസവാതകമാണോ സെലക്ട് ചെയ്യുന്നത്, അതിനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിലേക്ക് എഴുതുക. സോ നമ്മൾ നിയോൺ ഉപയോഗിച്ചു. സോ നിയോൺ നിയോൺ എന്ന് പറഞ്ഞാൽ 1s2 2s2 2p6 ആണ്. സോ ഇത്രയും എഴുതുന്നതിന് പകരമായിട്ട് നമുക്ക് എന്ത് എഴുതിയാൽ മതി? നിയോൺ എഴുതിയാൽ മതി. സോ 1s2 2s2 2p6 ഇത്രയും ആര് കൊണ്ടുപോയി? നിയോൺ കൊണ്ടുപോയി. ഇനി ആര് മാത്രമേ ബാക്കിയുള്ളൂ? 3s1 മാത്രമേ ബാക്കിയുള്ളൂ. സോ നമ്മൾ എന്ത് എഴുതുന്നു? 3s1 എഴുതുന്നു. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോഡിയത്തിന് തൊട്ട് പുറകിൽ വരുന്ന അലസവാതകം നിയോൺ ആണ്. നിയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 ആണ്. ആ 2p6 എന്തിൽ ഒതുങ്ങി? സ്ക്വയർ ബ്രാക്കറ്റിലെ നിയോണിൽ ഒതുങ്ങി. ബാക്കി അവശേഷിക്കുന്നത് 3s1 ആണ്. അത് നമ്മൾ എഴുതുകയും ചെയ്തു. ഇനി മറ്റൊരു മൂലകം നമുക്ക് ഇതുപോലെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. മഗ്നീഷ്യം അറ്റോമിക് നമ്പർ 12 ആണ്. പീരിയോഡിക് ടേബിൾ നിങ്ങൾ എടുക്കുക. അറ്റോമിക് നമ്പർ 12 അല്ലേ മഗ്നീഷ്യത്തിന്റെ? സോ സാധാരണ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 1s2 2s2 2p6 3s2 എന്നെഴുതിയാൽ മതി. സോ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ ഒരു അലസവാതകം ഉപയോഗിച്ച് നമുക്ക് ചുരുക്കാം. സോ നമുക്ക് പീരിയോഡിക് ടേബിൾ. മഗ്നീഷ്യം അറ്റോമിക് നമ്പർ 12. പുറകിലേക്ക് പോകുമ്പോൾ 11 അലസവാതകമല്ല. തൊട്ട് പുറകിലേക്ക് പോകുമ്പോൾ ഇതാ ഇവിടേക്ക് എത്തി നിയോൺ 10. സോ നമുക്ക് പുറകിലേക്ക് പോകുമ്പോൾ ഏറ്റവും ആദ്യം കാണാൻ സാധിക്കുന്ന അലസവാതകം, പുറകിലേക്ക് എന്ന് പറയുമ്പോൾ ഇപ്പൊ 12 ആണ്, തൊട്ട് പുറകിൽ 11, തൊട്ട് പുറകിലേക്ക് പോവുക 10, അങ്ങനെയാണ് നോക്കേണ്ടത്. സോ വരുന്ന അലസവാതകം ഏതാണ്? നിയോൺ ആണ്. അതായത് നമുക്ക് എന്ത് ചെയ്യാം? മഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് ആരെ ഉപയോഗിച്ച് ചുരുക്കാൻ സാധിക്കും? നിയോൺ ഉപയോഗിച്ച് ചുരുക്കാൻ സാധിക്കും. സോ എന്ത് ചെയ്യണം? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചുരുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെ എഴുതി? നിയോൺ എഴുതി. നിയോൺ എവിടെ വരെയാണ്? 2p6 വരെയാണ്. സോ 2p6 വരെ ആരിൽ ഉൾക്കൊണ്ടു? നിയോണിൽ ഉൾക്കൊണ്ടു. ഇനി നമുക്ക് അവശേഷിക്കുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? 3s2 മാത്രമേ ഉള്ളൂ. നമ്മളത് അവിടെ എഴുതി. ഓക്കെ, ഇനി മറ്റൊരു അറ്റോമിക് നമ്പർ തരാം. പൊട്ടാസ്യം അറ്റോമിക് നമ്പർ 19 ആണ്. നമ്മൾ എന്ത് എഴുതും? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 4s1. ഇതാണ് പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇവിടെയാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിന്റെ ഒരു ഉപയോഗം കൃത്യമായിട്ട് മനസ്സിലാവുക. സോ പൊട്ടാസ്യം നമുക്കൊന്ന് ചുരുക്കി എഴുതി നോക്കാം. അതിനെന്ത് ചെയ്യണം? പൊട്ടാസ്യത്തിന്റെ തൊട്ടുപുറകിൽ വരുന്ന അലസവാതകം നമ്മൾ കണ്ടെത്തണം. പൊട്ടാസ്യം അറ്റോമിക് നമ്പർ 19 ആണ്. തൊട്ടുപുറകിലേക്ക് വരുമ്പോൾ വരേണ്ടത് ഏതാണ്? 18. 18 ആരാണ്? ആർഗൺ ആണ്. 18ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന അലസവാതകമാണ് ആര്? ആർഗൺ. സോ നമുക്ക് എന്ത് ചെയ്യാം? പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ ആർഗൺ ഉപയോഗിച്ച് നമുക്ക് ചുരുക്കി എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. നമുക്ക് നോക്കാം. ആർഗണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ശ്രദ്ധിച്ചേ അല്ലെ? 1s2 2s2 2p6 3s2 3p6 ആണ്. സോ ആർഗൺ നമുക്ക് ആരെ ചുരുക്കാൻ ഉപയോഗിക്കാം? പൊട്ടാസ്യത്തെ ചുരുക്കാൻ വേണ്ടി ഉപയോഗിക്കാം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ക്വയർ ബ്രാക്കറ്റിലേക്ക് ആർഗൺ എഴുതി. ആർഗൺ എവിടെ വരെയാണ്? 1s2 2s2 2p6 3s2 3p6 വരെ ആരിലേക്ക് ഒതുങ്ങിയിട്ടുണ്ട്? ആർഗണിലേക്ക് ഒതുങ്ങിയിട്ടുണ്ട്. സോ ബാക്കി നമ്മൾ ആരെഴുതിയാൽ മാത്രം മതി? 4s1 മാത്രം എഴുതിയാൽ മതിയാകും. സോ ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചുരുക്കി എഴുതുക. ഒരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ എഴുതിയിരിക്കുന്ന സ്കാൻഡിയം 21. സ്കാൻഡിയം 21 ആകുമ്പോൾ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക 1s2
2s2 2p6, 3s2 3p6, 3d1, 4s2 എന്ന് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതും. ഈ സ്കാൻഡിയത്തെ നമുക്ക് ചുരുക്കാൻ ഇതേപോലെ തന്നെ നിങ്ങൾ പീരിയോഡിക് ടേബിൾ നോക്കിയാൽ മനസ്സിലാകും. തൊട്ടു പുറകിൽ 20 കാൽഷ്യമാണ്, അലസവാതകമല്ല. പുറകിലേക്ക് പോകുമ്പോൾ 19 പൊട്ടാസ്യം, അലസവാതകമല്ല. തൊട്ടു പുറകിലേക്ക് പോകുമ്പോൾ 18 ആരുണ്ട്? ആർഗണുണ്ട്. നേരത്തെ എഴുതിയതുപോലെ ആർഗൺ എവിടെ വരെയാണ്? 3p6 വരെ എന്തിലേക്ക് ഒതുങ്ങിയിട്ടുണ്ട്? ആർഗണിലേക്ക് ഒതുങ്ങിയിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ ബ്രാക്കറ്റിൽ ആരെ എഴുതി? ആർഗൺ എഴുതി. ആർഗൺ എവിടെ വരെയാണ്? 3p6 വരെ. ബാക്കി ഇനി എന്ത് ചെയ്താൽ മതി? 3d1ഉം 4s2 എഴുതിയാൽ മതി. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചുരുക്കി എഴുതാറുള്ളത്. അപ്പോൾ ഒരു പെട്ടെന്ന് നമുക്ക് ഈ അറ്റോമിക് നമ്പർ എല്ലാം പെട്ടെന്ന് ഓർമ്മയിൽ ഉണ്ടാവണമെന്നില്ല, അല്ലെ? അതുകൊണ്ട് ഒരു റേഞ്ച് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം ഉള്ള ഒരു സംഗതിയാണ്. സോ ഒരു റേഞ്ച് പറഞ്ഞുതരാം. അറ്റോമിക് നമ്പർ 11 മുതൽ 17 വരെ, നിങ്ങൾ അത് പീരിയോഡിക് ടേബിൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക്. അറ്റോമിക് നമ്പർ 11 മുതൽ 17 വരെയുള്ള എലമെന്റ്സുകളാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നമുക്കൊരു സംശയം കൂടാതെ നിയോൺ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. കാരണം നിയോൺ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? 1s2 2s2 2p6 ആണ്. ഇനി അറ്റോമിക് നമ്പർ 19 മുതൽ 35 വരെയുള്ള റേഞ്ച് ആണെങ്കിൽ ഒരു സംശയം കൂടാതെ നമുക്ക് ആർഗൺ ഉപയോഗിക്കാം. ആർഗൺ 1s2 2s2 2p6 3s2 3p6 ആണ്. അതൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പറയാം? ആദ്യം നമ്മൾ പറഞ്ഞു, എപ്പോഴും ഒരേ ഷെല്ലിന്റെ സബ്ഷെല്ലുകളെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഒരേ ഷെല്ലിന്റെ സബ്ഷെല്ലുകളെ എപ്പോഴും എന്ത് ചെയ്യുക? ഒരുമിച്ച് എഴുതുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ ക്രോമിയം 24, കോപ്പർ 29, ഈ രണ്ട് എലമെന്റ്സിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലെ വ്യത്യാസം. ക്രോമിയം ആകുമ്പോൾ 3d5 4s1ഉം കോപ്പർ ആകുമ്പോൾ 3d10 4s1ഉമാണ്. പകുതി നിറഞ്ഞതും മുഴുവൻ നിറഞ്ഞതുമായ ഡി സബ്ഷെല്ലുകൾ സ്ഥിരത ഉള്ളവയാണ്. ഇനി നമ്മൾ ലാസ്റ്റ് ഇലക്ട്രോൺ വിന്യാസം ചുരുക്കി എഴുതുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഈ റേഞ്ച് ഓർത്തിരുന്നാൽ മതി. 11 മുതൽ 17 വരെ ആണെങ്കിൽ നമുക്ക് ആര് ഉപയോഗിക്കാം? നിയോൺ ഉപയോഗിച്ച് ചുരുക്കി എഴുതാം. 19 മുതൽ 35 വരെ ആണെങ്കിൽ നമ്മൾ ആര് ഉപയോഗിക്കുന്നു? ആർഗൺ ഉപയോഗിക്കുന്നു. സോ ഇതോടുകൂടി പാഠം ഓൾമോസ്റ്റ് പകുതി ആയിട്ടുണ്ട്. ബാക്കി നമുക്കിനി അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് ചെയ്യാം. സോ കൂടുതൽ വർക്ക്ഷീറ്റിൽ ക്വസ്റ്റ്യൻസ് തരുന്നതായിരിക്കും. അത് വർക്ക്ഔട്ട് ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസത്തെ ഡിസ്കഷൻ സെഷനിൽ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു.